ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റിംഗ് ആയിരുന്നു. ഒരു ഓഡിറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ നമുക്ക് പ്രൈമറി ഒബ്ജക്റ്റീവ് പറഞ്ഞു, അതുപോലെ തന്നെ സബ്സിഡറി ഒബ്ജക്റ്റീവ്. സബ്സിഡറി ഒബ്ജക്റ്റീവിൽ നമ്മൾ 2 പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സും, അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡും. അതിൽ ഫസ്റ്റ് സബ്സിഡറി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എറേഴ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഏതൊക്കെ എറേഴ്സാണ് വരുന്നത്, അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എറേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രൊസീജിയറും ആ കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ അതിന് ശേഷം രണ്ടാമത്തെ സബ്സിഡറി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഫ്രോഡിൻ്റെ ഡീറ്റെയിൽസാണ്. ഓക്കെ, എന്താണ് ഫ്രോഡ്, ഏതൊക്കെ തരത്തിലുള്ള ഫ്രോഡ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ നോക്കുന്നത് ലൊക്കേഷൻ ഓഫ് എറേഴ്സ് ആണ്. അതായത് നമ്മൾ എറർ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഓഡിറ്റർ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവരുടെ ട്രയൽ ബാലൻസ് വെരിഫൈ ചെയ്യും. അപ്പം അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഇതിൽ തെറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ, അതാണ് ഇവിടെ പറയുന്നത്, ഇഫ് ദ ട്രയൽ ബാലൻസ് ഡസ് നോട്ട് അഗ്രി ഓഡിറ്റർ. അപ്പം ഓഡിറ്റർ മനസ്സിലാക്കുകയാണ് ട്രയൽ ബാലൻസ് എന്തൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലൊക്കേറ്റ് ചെയ്യും. എവിടെയാണ് എറർ വന്നുള്ളത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യും, കണ്ടുപിടിക്കും. ഓക്കെ, നമുക്ക് ഒരു നോട്ടിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എവിടെയാണ് എറർ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് പോസ്റ്റ് ടീമിലാണ്, അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിലാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുകയാണ്, എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് എന്ത് ലൊക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത്. ലൊക്കേഷൻ ഓഫ് എറേഴ്സ് ഇസ് നോട്ട് എൻ ഡ്യൂട്ടി ഓഫ് എൻ ഓഡിറ്റർ. ഓഡിറ്റർ ഡ്യൂട്ടി അല്ല എന്ത്, എറർ എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഓഡിറ്റ് ഡ്യൂട്ടി അല്ല. അത് നമ്മുടെ ഓഫീസ് BAസിൻ്റെ അവർ ചെയ്യേണ്ടതാണ്. ഓഡിറ്റർ പറയും ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം ചെക്ക് ചെയ്യുന്നുണ്ട്, അതായത് ചെക്ക് ചെയ്തിട്ട് എവിടെയാണ് തെറ്റ് വന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് എന്ത് ലൊക്കേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് ഇഫ് ദ ഓഡിറ്റർ ടേക്ക് ഫോളോയിങ് സ്റ്റെപ്സ്. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ കുറച്ച് പണിയുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ പറയാൻ പോകുന്ന കുറച്ച് സ്റ്റെപ്പുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കുറച്ച് പോയിന്റ് പറയുന്നുണ്ട്. ഒന്ന്, ചെക്ക് ദ ടോട്ടൽസ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ ടോട്ടൽ ചെക്ക് ചെയ്യുക. വീണ്ടും അതിലുള്ള ഓരോ കാര്യങ്ങളും വീണ്ടും എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ടോട്ടൽ ഇത് തന്നെയാണെന്നുള്ളത്. കാരണം ചിലപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് തെറ്റായിരിക്കും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് ടോട്ടൽ ചെയ്യുക. അതുപോലെ തന്നെ ചെക്ക് ടോട്ടൽസ് ഓഫ് ഓൾ ബുക്സ് വിത്ത് ഒറിജിനൽ എൻട്രി. നമ്മൾ ഓരോ ബുക്സ് മെയിൻ ചെയ്തിട്ടുള്ള ഓരോ ബുക്സിൻ്റെ ടോട്ടൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ കമ്പയർ ദ നെയിം ഓഫ് അക്കൗണ്ട്സ് ഇൻ ലെഡ്ജർ വിത്ത് നെയിം ഓഫ് ദ അക്കൗണ്ട് ഷോൺ ഇൻ ട്രയൽ ബാലൻസ്. ഓരോ അക്കൗണ്ടിൻ്റെയും നെയിം ചെക്ക് ചെയ്യുക. ട്രയൽ ബാലൻസിൽ പോസ്റ്റിൽ ഓരോ അക്കൗണ്ടിൻ്റെയും നെയിം നമ്മൾ ചെക്ക് ചെയ്യുക, അത് തന്നെയാണോ. അപ്പോൾ കുറേ അക്കൗണ്ട് ഉണ്ടാവും അല്ലേ, സ്റ്റോക്ക് ഉണ്ടാവും, പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാവും, സെയിൽസ് അക്കൗണ്ട് ഉണ്ടാവും, മെഷീനറി അക്കൗണ്ട് ഉണ്ടാവും, ബിൽഡിംഗ് അക്കൗണ്ട് ഉണ്ടാവും. അങ്ങനെ കുറേ ഐറ്റങ്ങളുടെ അക്കൗണ്ട് നമ്മൾ ട്രയൽ ബാലൻസിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഈ അക്കൗണ്ടിൻ്റെ പേരൊക്കെ നമ്മൾ ട്രയൽ ബാലൻസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഷുഡ് ചെക്ക് ജേണൽ ഇൻ ദ ജേണൽ പ്രോപ്പർ ആൻഡ് ഇറ്റ്സ് പോസ്റ്റിംഗ് ടു ദ ലെഡ്ജർ. നമ്മൾ ജേണലൈസിങ് ചെയ്തിരിക്കുന്നത് കൃത്യമാണോ എന്നുള്ളത് നോക്കുക, ജേണൽ പ്രോപ്പർ നോക്കുക. അത് ലെഡ്ജർ ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ടാണ് നമ്മൾ പോസ്റ്റിംഗ് ചെയ്തിരിക്കുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. ഓരോ ജേണലും വെച്ച് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ഹി ഷുഡ് ചെക്ക് ടോട്ടൽ ലിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് കമ്പയർ ദം വിത്ത് ട്രയൽ ബാലൻസ്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് ലിസ്റ്റും ക്രെഡിറ്റ് ലിസ്റ്റും ചെക്ക് ചെയ്തിട്ട് അത് ട്രയൽ ബാലൻസിലുള്ള എമൗണ്ട് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇഫ് ദ ബുക്സ് ആർ മെയിൻറ്റൈൻഡ് ആസ് സെൽഫ് ബാലൻസിങ് സിസ്റ്റം, എറേഴ്സ് ക്യാൻ ബി ലൊക്കേറ്റഡ് വിത്ത് എക്സോസ്റ്റീവ് സ്ക്രൂട്ടനി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മൾ സെൽഫ് ബാലൻസ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതിലുള്ള ഓരോ ബാലൻസ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, സ്ട്രിക്റ്റ് സ്ക്രൂട്ടനി നടത്തി നോക്കുക. അപ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ കമ്പയർ ദ ഐറ്റംസ് ഇൻ ദ ട്രയൽ ബാലൻസ് വിത്ത് ഐറ്റംസ് ഓഫ് ട്രയൽ ബാലൻസ് ഓഫ് പ്രീവിയസ് ഇയർ ടു സീ ഇഫ് എനി ഐറ്റം ഹാസ് ബീൻ ഒമിറ്റഡ്. അതായത് കഴിഞ്ഞ വർഷത്തെ ട്രയൽ ബാലൻസും ഈ വർഷത്തെ ട്രയൽ ബാലൻസും ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തു. അതിലുള്ള ഐറ്റംസൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ വർഷം ട്രയൽ ബാലൻസ് വന്നിരിക്കുന്ന ഒരുവിധ ഐറ്റംസൊക്കെ നമ്മൾ ഈ വർഷം ട്രയൽ ബാലൻസിൽ വരും. ഏതെങ്കിലുമൊക്കെ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ അക്കൗണ്ടും നമ്മളിവിടെ നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്തിടേണ്ടതാണ്. അപ്പം രണ്ട് നോക്കുക, ഏതെങ്കിലും അക്കൗണ്ട് മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. If a difference in trial balance involving round of some 10, 100, 1000, 10,000, it may be due to wrong totaling. 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 1000 ഒക്കെ ഡിഫറൻസ് ആയിരിക്കും ചിലപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ടോട്ടലൊക്കെ വരിക. അങ്ങനെ റൗണ്ട് ഫിഗറിലാണ് നമുക്ക് ഡിഫറൻസ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലാവും എവിടെയോ ടോട്ടൽ ചെയ്ത സമയത്ത് വന്നിട്ടുള്ള തെറ്റാണ്, അല്ലെങ്കിൽ ഈ 0 ഒക്കെ ഇടുന്ന സമയത്ത് വന്നിട്ടുള്ള തെറ്റാണ് നമുക്ക് മേ ബി മനസ്സിലാവും. അപ്പോൾ അത് വീണ്ടും ഒന്ന് നല്ലോണം ചെക്ക് ചെയ്ത് നോക്കുക, ടോട്ടലിംഗ് ഒക്കെ. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് എൻ എറർ എമൗണ്ട് ഈസ് ഡിവിസിബിൾ ബൈ 9, it may be due to misplacement or
ട്രാൻസ്പൊസിഷൻ ഓഫ് ഫിഗേഴ്സ്. അതായത് നമ്മൾ ഡിഫറൻസ് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ആ എറർ വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 9 9 കൊണ്ട് അയക്കുന്ന എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി അത് നമ്മുടെ എമൗണ്ട് എഴുതിയതിൽ എന്തെങ്കിലും പ്ലേസ്മെൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നുണ്ട്, ചിലപ്പം 18 ഉള്ളത് ചിലപ്പം 81 ആയിട്ട് കൊടുത്തേക്കാം, 18 ഉള്ളത് 180 ഉള്ളത് 81 ആയിട്ട് കൊടുത്തേക്കാം, അതുപോലെ തന്നെ 45 ഉള്ളത് 54 ആയിട്ട് കൊടുത്തേക്കാം, 4ഉം 5ഉം അങ്ങോട്ടും മാറി അങ്ങനെ ചിലപ്പോൾ മിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ ടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ജോലി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത്. ഇത് സത്യത്തിൽ ഓഡിറ്ററുടെ ഡ്യൂട്ടി മാത്രമല്ല, അവരുടെ അസിസ്റ്റൻസും ഓഫീസ് ബേസ് ഒക്കെ കൂടിയാണ് എന്ത് ഈ ഓരോ കാര്യങ്ങളും സ്കൂട്ടിനെയൊക്കെ നടത്തിയിട്ട് എറർ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമിനുള്ളിൽ പഠിക്കാനുള്ളത്, എറേഴ്സിനുണ്ടല്ലോ. നമുക്കിനി അടുത്ത് നോക്കാനുള്ളത് രണ്ടാമത്തെ സബ്സിഡറി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡാണ്. എറർ പോലെ തന്നെ നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് ഫ്രോഡ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, ഡിറ്റക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. എറർ സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ചെറിയ ചെറിയ തെറ്റുകളാണ്, മിസ്റ്റേക്സാണ് ശരിക്കും എറർ എന്ന് പറയുന്നത്. നമ്മളത് എന്താ പറയുക, ഇൻറ്റൻഷനോട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇൻറ്റൻഷൻ ചെയ്തായിരിക്കും, അല്ലാതെയും വന്നേക്കാം, എന്തായാലും ചിലപ്പം സംഭവിച്ചു പോകുന്നതാണ്. പക്ഷേ ഫ്രോഡ് എന്ന് പറയുന്നത് അത് നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കാര്യമല്ല, കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടെ ഇൻറ്റൻഷനോടെ നടത്തുന്ന കാര്യമാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം നടന്നേക്കാം, കാരണം ക്യാഷാണ്. അപ്പം ഞാൻ പറഞ്ഞു, ക്യാഷ് ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ ഫ്രോഡ് നടക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഓഡിറ്റിങ്ങിൻ്റെ ഒരു സബ്സിഡറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അക്കൗണ്ട്സിൽ വരുന്ന ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യുക, ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സബ്സിഡറി ഒബ്ജക്റ്റീവാണ് ഫ്രോഡ് മീൻസ് ഫോൾസ് റെപ്രസെൻറ്റേഷൻ ഓർ മേക്കിംഗ് എ റോങ് എൻട്രി ഇൻറ്റൻഷനലി ടു എ ഡീഫ്രോഡ് സംവണി. അതായത് നമ്മൾ ഫ്രോഡിൻ്റെ ഒരു കോമൺ മീനിങ് ആണ് ഫോൾസ് റെപ്രസെൻറ്റേഷൻ, തെറ്റായിട്ടുള്ള ഒരു കാര്യം റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുക, അതുപോലെ തന്നെ റോങ് എൻട്രി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ഇൻറ്റൻഷനലി നമ്മളൊരു ഉദ്ദേശത്തോട് നമ്മൾ ഒരാളെ ഫ്രോഡ് ചെയ്യണം, ഒരാളെ ഡീഫ്രോഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ശരിക്കും ഫ്രോഡ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഫ്രോഡ് എന്ന് പറയില്ല, നമ്മൾ കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടെ ഒരാളെ ഫ്രോഡ് ചെയ്യണം എന്ന ഉദ്ദേശം നടത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്ന സംബന്ധിൽ വരിക. ഓക്കെ, ഇനി ഈ നമ്മുടെ ഓഡിറ്റിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സിൽ ഫ്രോഡ് എന്ന് പറയുമ്പം സത്യത്തിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ വരുത്തുന്ന ഇൻറ്റൻഷനിലൂടെ നമ്മൾ വരുത്തുന്ന മിസ്റെപ്രസെൻറ്റേഷനാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ വരുത്തുന്ന, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ക്യാഷിൻ്റെ പേയ്മെൻറ്റ് സമയത്ത് റിസിപ്റ്റ് സമയത്തൊക്കെ നമ്മൾ ഇൻറ്റൻഷനിലൂടെ നമ്മൾ നടത്തുന്ന ചില ഫ്രോഡ് കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദി റിസൾട്ട് ഈസ് ദാറ്റ് സം ലോസ് ഓർ ലൈബിലിറ്റീസ് കോസ്ഡ് ടു പ്രൊപ്പറേറ്റർ ഓഫ് ബിസിനസ്. അങ്ങനെ എന്തെങ്കിലും ഫ്രോഡ് നടക്കുന്നുണ്ടെങ്കിൽ ആർക്കാണ് നഷ്ടം വരുത്തുക, ആ കമ്പനിയുടെ പ്രൊപ്പറേറ്റേഴ്സിനാണ് നഷ്ടം വരുത്തുക, അല്ലേ. ചിലപ്പോൾ അവിടുത്തെ എംപ്ലോയീസ് വരുന്ന റിസീപ്റ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് ചിലപ്പോൾ അവർ കൈക്കലാക്കാം, അല്ലേ. കുറച്ച് എമൗണ്ട് എഴുതി കാണിച്ചിട്ട് കുറച്ച് അവർ എടുത്തേക്കാം. അങ്ങനെയൊക്കെ എത്രയോ കമ്പനീസ് നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ആ ഒരു ഫ്രോഡിന് നമുക്ക് എന്ത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഈ ഓഡിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രോഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ആൻ ഇൻറ്റൻഷണൽ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ബൈ വൺ ഓർ മോർ ഇൻഡിവിജ്വൽ എമംഗ് മാനേജ്മെൻറ്റ് എംപ്ലോയീസ് ഓർ തേർഡ് പാർട്ടീസ്. അതായത് മാനേജ്മെൻറ്റിൽ എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലുള്ള അവരുടെ മെമ്പേഴ്സ് ആയിരിക്കും, എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് ആവാം. അവരെന്ത് ചെയ്യാണ്, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ ഇൻറ്റൻഷണൽ ഒരു കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടെ മിസ്റെപ്രസെൻറ്റേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫ്രോഡ് എന്ന് പറയും. ഫ്രോഡ് മേ ഇൻവോൾവ് മാനിപ്പുലേഷൻ ഓഫ് റെക്കോർഡ്സ് ഓർ ഡോക്യുമെൻറ്റ്സ്. നമ്മൾ റെക്കോർഡ്സും ഡോക്യുമെൻറ്റ്സും മാനിപ്പുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റിൽ മിസ്അപ്രോപ്രിയേഷൻ ചെയ്യുക, അതിൻ്റെ വാല്യൂലൊക്കെ തെറ്റ് വരുത്തുക. ആൻഡ് സപ്രഷൻ ഓർ ഒമിഷൻ ഓഫ് എഫക്റ്റഡ് ട്രാൻസാക്ഷൻ ഫ്രം റെക്കോർഡ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. അതായത് നമ്മുടെ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് നമ്മൾ ഒമിറ്റ് ചെയ്യുക, എഴുതാതിരിക്കുക, വിട്ടുപോവുക, അത് ഒഴിവാക്കുക, മനഃപൂർവ്വം നമ്മൾ റെക്കോർഡ് ചെയ്യാതിരിക്കുക. അതുപോലെ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ വിത്തൗട്ട് സബ്സ്റ്റാൻസ് ഓർ മിസ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസി. നമ്മൾ ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിങ് പോളിസി എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് മനഃപൂർവ്വം നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഫ്രോഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ റെഗുലർലി നമ്മുടെ കമ്പനിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഓഡിറ്റിങ്ങിൻ്റെ അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫ്രോഡാണ്. അതായത് ഏതൊക്കെ തരത്തിലാണ് ഫ്രോഡ് ഉള്ളത് എന്നുള്ളത്. മെയിനായിട്ട് നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മളൊരു കമ്പനിയിലെ ഫ്രോഡിന് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിൽ മിസ്അപ്രോപ്രിയേഷൻ വരുത്തുക, അങ്ങനെ ചെയ്യുന്ന ഫ്രോഡുണ്ട്. അതുപോലെ തന്നെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സിൽ മിസ്അപ്രോപ്രിയേഷൻ വരുത്തുക.
വിലപിടിപ്പുള്ള ഗുഡ്സൊക്കെ കൈകാര്യം ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ ആ ഗുഡ്സ് ചിലപ്പം തെഫ്റ്റ് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അത് മറച്ച് വെക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ഗുഡ്സിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്ന ഫ്രോഡ് കാര്യങ്ങൾ. ഫ്രോഡലൻ്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്ന മാനിപ്പുലേഷൻസ്. കമ്പ്യൂട്ടർ ഫ്രോഡ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ കമ്പനിയുടെ കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റാസും ഡീറ്റെയിൽസൊക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന ഫ്രോഡാണ് കമ്പ്യൂട്ടർ ഫ്രോഡ്. അപ്പോൾ ഈ തരത്തിലാണ് നമുക്ക് ഫ്രോഡിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഫ്രോഡ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഫ്രോഡിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. 4 ടൈപ്സാണ്. നമുക്കിതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ആണ്. ക്യാഷിൽ മിസ് അപ്രോപ്രിയേഷൻ വരുത്താം. Misappropriation of cash is a very easy affair, especially in big concerns, when proprietor has no direct touch with and control over persons handling cash. ഇത് വലിയ വലിയ കമ്പനീസിലൊക്കെ ക്യാഷിലെ മിസ്അപ്രോപ്രിയേഷൻ നടത്താൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം അതിൻ്റെ ഓണർ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡയറക്റ്റ് ടച്ച് എപ്പോഴും ആ ക്യാഷ് അദ്ദേഹത്തിലൂടെ ആയിരിക്കില്ല പോവുക. അതിനൊരു എംപ്ലോയിനെ നമ്മൾ ഫിക്സ് ചെയ്യും, അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ക്യാഷ്യറോ ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പോൾ അവരായിരിക്കും, അല്ലെങ്കിൽ ഫിനാൻസ് മാനേജറോ, അവരൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങൾ നോക്കുക. അപ്പം ഈ പ്രൊപ്പറേറ്റേഴ്സ് എല്ലാവരും ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണമെന്നോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ടച്ച് വെക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ചിലപ്പോൾ മേ ബി മിസ്അപ്രോപ്രിയേഷൻ നടന്നേക്കാം. ക്യാഷ് എന്ന് വരുന്ന റിസിപ്റ്റും പേയ്മെൻറ്റൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ആവണമെന്നില്ല പ്രൊപ്പറേറ്റേഴ്സൊക്കെ. വീക്കിലോ അല്ലെങ്കിൽ മന്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെക്ക് ചെയ്യുക. അപ്പം ഈസിലി ആ എംപ്ലോയിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വരുന്ന പേയ്മെൻറ്റ്സും റിസിപ്റ്റ്സൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനും വരുന്ന റിസിപ്റ്റ്സിൽ നിന്ന് കുറച്ച് എമൗണ്ടൊക്കെ മാറ്റി വെക്കാനും അത് എടുക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് മിസ്അപ്രോപ്രിയേഷൻ ക്യാഷ് എന്ന് പറയുന്നത്. മെയിനായിട്ട് അങ്ങനെ സംഭവിക്കുന്ന 3 തരത്തിലാണ്. ഒന്ന്, ഒമിറ്റിംഗ് ആൻഡ് എൻ്റർ റിസിപ്റ്റ്. നമ്മളൊരു റിസിപ്റ്റ് എൻ്റർ ചെയ്തിരിക്കുക. അതായത് നമുക്ക് കമ്പനിക്ക് എന്ത് റിസിപ്റ്റ് കിട്ടി, ആ റിസിപ്റ്റ് അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ റെക്കോർഡ് ചെയ്തിരുന്നാൽ ആ എമൗണ്ട് വന്നതായിട്ട് അവിടെ അറിയില്ല. ആ എമൗണ്ട് ആർക്കും ഉണ്ടാവാം, ആ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ട്രാൻസാക്ഷൻസ് എഴുതാതിരിക്കുക. അക്നോളജിങ് ദ ലെസ്സർ എമൗണ്ട് ദാൻ ആക്ച്വൽ റിസിപ്റ്റ്. നമ്മൾ ആക്ച്വൽ റിസിപ്റ്റ് കിട്ടിയതിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇപ്പം 1 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പം 90,000 ഒക്കെ മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്തിടുക. അതുപോലെ തന്നെ അപ്പോൾ 10,000 ഡിഫറൻസ് ആയി, അത് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഫ്രോഡിലൂടെ നമുക്ക് അവർക്ക് എടുക്കാം. അതുപോലെ തന്നെ എൻ്ററിങ് ഫിക്റ്റീഷ്യസ് പേയ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇല്ലാത്ത പേയ്മെൻറ്റ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ എഴുതി വെക്കുക. അപ്പം എന്താ പറയുക, 50,000 ഒരു ഇതിന് നമുക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 60,000-65,000 ഒക്കെ നമ്മൾ എഴുതി വെക്കുക. അപ്പം കൂടുതൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് എടുക്കാം. അങ്ങനെ തരത്തിലൊക്കെ എന്ത് ചെയ്യാം, ഫ്രോഡ് വരുന്നേക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചതിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ക്യാഷ് എംപ്ലസ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഫ്രോഡ് ചെയ്തിട്ട് നമ്മളത് എടുക്കുക എന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് പറയുന്നത്, ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് ഫോർ ക്യാഷ് സെയിൽസ് മേ ബി മിസ് അപ്രോപ്രിയേറ്റ് ബൈ സപ്രസിങ് ക്യാഷ് മെമ്മോ ഓർ വൗച്ചർ. അതായത് നമ്മൾ ക്യാഷ് സെയിൽ നടത്തിയിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് കിട്ടുന്ന ക്യാഷ്, ആ എമൗണ്ട് നമ്മൾ മിസ് അപ്രോപ്രിയേറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ ക്യാഷ് മെമ്മോസ് വൗച്ചർ എഴുതാതെ നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. അതായത് നമ്മളൊരു സെയിൽ നടത്തി കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് കൊടുക്കണം, ബില്ല് കൊടുക്കണം. ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ റെക്കോർഡായി. ബില്ല് കൊടുക്കാതിരിക്കുമ്പോൾ അവിടെ റെക്കോർഡ് ഇല്ലാതെ വരും. അപ്പോൾ ആ എമൗണ്ട് എന്ത് ചെയ്യും, അത് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ റെക്കോർഡിങ് ലെസ്സർ എമൗണ്ട് തന്നെ ആക്ച്വലി റിസീവ്ഡ്. ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ ആക്ച്വലി ഉള്ളതിന് കുറഞ്ഞ എമൗണ്ട് മാത്രം റെക്കോർഡ് ചെയ്യുക. മറ്റൊരു കാര്യം, ടീമിങ് ആൻഡ് ആഡിങ്. അതായത് ഇറ്റ് ഈസ് എ കൺസീൽമെൻറ്റ് ഓഫ് ഷോർട്ടേജ് ഓഫ് ക്യാഷ് ബൈ ഡിലേയിങ് റെക്കോർഡിങ്. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ ഡിലേ വരുത്തുകയാണ്. അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം വൺ കസ്റ്റമർ ഈസ് മിസ് അപ്രോപ്രിയേറ്റഡ്. ഒരു കസ്റ്റമർ എടുത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു ആവശ്യത്തിന് വേണ്ടി എടുത്തു. അപ്പോൾ നമ്മൾ ആ കസ്റ്റമർ നമ്മൾ കിട്ടിയിരിക്കുന്ന എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, കാരണം അത് നമ്മൾ മറ്റൊരു ആവശ്യത്തിന് എടുത്തു. ആൻഡ് ലാറ്റർ ക്യാഷ് റിസീവ്ഡ് ഫ്രം അനദർ ഡെപ്റ്റർ ഈസ് പോസ്റ്റഡ് ടു ദ ഫസ്റ്റ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അപ്പം നമ്മൾ അടുത്ത ഡെപ്റ്റർ എടുത്ത് നമ്മൾ ക്യാഷ് കിട്ടുന്ന സമയത്ത് അത് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ നമ്മൾ തിരുമറി നടത്തിയിട്ടുള്ള ആരാണോ ആ അക്കൗണ്ടിൽ നമ്മൾ റിസീവ് ആയിട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ അതിന് ശേഷമുള്ളത് കിട്ടുമ്പോഴായിരിക്കും നമ്മൾ പിന്നെ രണ്ടാമത്തെ ആളിലേക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ റെക്കോർഡിങ് ഡിലേ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അതായത് നമ്മൾ ക്യാഷ് അങ്ങോട്ടും തിരുമറി ചെയ്യാമെന്ന് പറയും നമ്മൾ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള പേരിൽ എഴുതി നമ്മൾ ലാഗ് ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ടീമിങ് ആൻഡ് ലാഡിങ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ടീമിങ് ലാഡിങ് 2 മാർക്കിന് ചോദിക്കുന്ന ടേമാണ് ടീമിങ് ആൻഡ് ലാഡിങ് എന്നുള്ളത്. ഓക്കെ, ഡിലേയിങ് റെക്കോർഡിംഗ് ആണ് സിമ്പിൾ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫിക്റ്റീഷ്യസ് പേയ്മെൻറ്റ്, ഇല്ലാത്തൊരു പേയ്മെൻറ്റ് നമ്മൾ എഴുതി വെക്കുക. നടക്കാത്തൊരു കാര്യം, ഡമ്മി നെയിംസിൻ്റെ പേരിൽ നമ്മൾ സാലറി കൊടുക്കുക, വേജ് കൊടുക്കുക, അങ്ങനെ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് വന്നിട്ടായിട്ട് നമ്മൾ കാണിക്കുക. ഓക്കെ, അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് ക്രെഡിറ്റ് നോട്ട്സ് ഫോർ പർച്ചേസ് റിട്ടേൺ ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റ് നോട്ട്സ്
സപ്രസ് ചെയ്യുക, ഒമിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രൊസീഡ്സ് ഓഫ് ബിൽ ഡിസ്കൗണ്ട് ബൈ ഷോയിങ് ബിൽ ഇൻ ദ കസ്റ്റഡി. നമ്മൾ ബിൽ ഡിസ്കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ നമ്മൾ മിസ്അപ്രോപ്രിയേഷൻ നടത്തുക. ഒമിറ്റിംഗ് എ റെക്കോർഡ് അൺയൂഷ്വൽ റിസിപ്റ്റ് ഓഫ് ക്യാഷ്. അതായത് നമ്മൾ അൺയൂഷ്വൽ റിസിപ്റ്റ്, നമ്മൾ വേസ്റ്റൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത്, ബാഡ് അപ്റ്റ് റിക്കവർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പം നമ്മൾ വേസ്റ്റ് സ്ക്രാപ്പ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ എമൗണ്ട് അവർക്ക് ഫ്രോഡ് നടത്തിയിട്ടെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എഴുതി തള്ളിയിട്ടുള്ള ബാഡ് അപ്പ് ചിലപ്പം നമുക്ക് തിരിച്ച് കിട്ടിയെന്ന് വരാം. അങ്ങനെ റിക്കവർ ചെയ്തുള്ള എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അത് റെക്കോർഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഷോയിങ് ഫോൾസ് ഡൊണേഷൻ ആൻഡ് ചാരിറ്റി ടു മിസ്അപ്രോപ്രിയേറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് മണി. നമ്മൾ ഫോൾസ് ഡൊണേഷനും ചാരിറ്റിയൊക്കെ കൊടുത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, ചാരിറ്റിക്ക് എത്ര എമൗണ്ട് കൊടുത്തു, ഡൊണേഷൻ എത്ര കൊടുത്തു എന്നൊക്കെ ഉള്ളത് ഇല്ലാത്തൊരു കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി ചേർക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷിൽ മാനിപ്പുലേഷൻ നടത്തുന്നതാണ് ഫസ്റ്റത്തെ ടൈപ്പ് ഓഫ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്യാഷിൽ വരുന്ന ഈ ഒരു മിസ്അപ്രോപ്രിയേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ ത്രൂ എ ചെക്കിംഗ് ഓഫ് ക്യാഷ് ബുക്ക് വിത്ത് റഫ് ക്യാഷ് ബുക്ക്, സെയിൽസ്മാൻസ് റിപ്പോർട്ട്, കൗണ്ടർ ഫോയിൽസ് ഓഫ് റിസിപ്റ്റ് ബുക്ക്, ഏജൻറ്റ് റിട്ടേൺ, അതർ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, വേജ് ഷീറ്റ്, വൗച്ചേഴ്സ്, സാലറി ബുക്ക്, ഇൻവോയ്സ്, ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് സ്ക്രൂട്ടണി ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാഷിൽ വന്നിരിക്കുന്ന മിസ്അപ്രോപ്രിയേഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യൂഷ്വലി വലിയ വലിയ കമ്പനീസിലൊക്കെ ക്യാഷിൽ വലിയ രീതിയിലുള്ള തിരിമറികൾ നടന്നേക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ബുക്കുകളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ആണ്. നമ്മുടെ ഗുഡ്സിൽ വരുത്തുന്ന ഈ ഫ്രോഡുകളാണ്. അതായത് നമ്മുടെ കമ്പനി അവരുടെ ഗുഡ്സിൽ ആ ഗുഡ്സ് അവരെന്ത് ചെയ്യാണ്, എംപ്ലോയീസോ അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സോ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഗുഡ്സിൽ വരുത്തുന്ന മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻസ് ആണ്. എംപ്ലോയീസ് മേ സ്റ്റീൽ ഗുഡ്സ് ഓർ സ്റ്റോർസ്. നമ്മൾ കമ്പനിയുടെ ഗുഡ്സ് ചിലപ്പോൾ എംപ്ലോയീസൊക്കെ എന്ത് ചെയ്യും, എടുത്തേക്കാം. ദ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ഇസ് മെയ്ഡ് വെൻ ഗുഡ്സ് ആർ വാല്യുബിൾ ഇൻ ആൻഡ് ലെസ് ഇൻ ക്വാണ്ടിറ്റി. നമ്മുടെ മിസ്അപ്രോപ്രിയേഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, വെൻ ഗുഡ്സ് ആർ വാല്യുബിൾ ആൻഡ് ഇസ് ലെസ് ഇൻ ക്വാണ്ടിറ്റി. നമ്മുടെ ക്വാണ്ടിറ്റിയിൽ കുറവാകുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കും. നമ്മൾ കഴിഞ്ഞ പോലെയൊക്കെ പഠിച്ചിട്ടുണ്ട് കോസ്റ്റ് അക്കൗണ്ടിനെങ്കിൽ നമ്മൾ ഓരോ ഐറ്റങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഇൻവേർഡും ഔട്ട്വേർഡൊക്കെ നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പം നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ തന്നെ അങ്ങനെ വാല്യുബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ മിസ്അപ്രോപ്രിയേഷൻ നടത്തുക. സാധാരണ ചെറിയ ഗുഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ അപ്രോപ്രിയേഷൻ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ വാല്യുബിൾ ആയിട്ടുള്ള ഗുഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് അത് ചിലപ്പോൾ സ്റ്റീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഗുഡ്സ് ആർ ജനറലി മിസ്അപ്രോപ്രിയേറ്റ് ബൈ ആക്ച്വൽ തെഫ്റ്റ് ഓഫ് വാല്യുബിൾ ഗുഡ്സ് ആൻഡ് ഇഷ്യൂയിങ് ഫിക്റ്റീഷ്യസ് ക്രെഡിറ്റ് നോട്ട് ടു കസ്റ്റമേഴ്സ്. നമ്മൾ തെഫ്റ്റ് അത് എടുക്കുകയും അതുപോലെ തന്നെ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ക്രെഡിറ്റ് നോട്ട്സൊക്കെ എഴുതി ചേർക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗുഡ്സിൽ വരുന്ന മാനിപ്പുലേഷൻ. ഇത്ര വിറ്റു, ഇത്ര കൂടുതൽ വിറ്റു എന്നൊക്കെ പറയും. എന്നിട്ട് എന്ത് ചെയ്യും, കൂടുതൽ ഗുഡ്സ് അവർ വേറെ രീതിയിലൊക്കെ തിരുമേനി നടത്തുമോ അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരാൾക്ക് കൊടുത്ത് പണം വാങ്ങുമോ, അങ്ങനെയൊക്കെ ചെയ്യും. വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് എന്ത് ചെയ്യാം, കുറച്ച് എടുത്തിട്ട് വേറൊരു സപ്ലയർക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ എമൗണ്ട് വാങ്ങിയിട്ടൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, വാങ്ങാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തിരുമറികൾ ഗുഡ്സ് വെച്ചിട്ട് അവർ നടത്തിയേക്കാം. ഓക്കെ, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് കനോട്ട് ഈസിലി ഡിഫെക്റ്റഡ് ആൻഡ് പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ഗുഡ്സ് ഇൻവേർഡ് രജിസ്റ്റർ ഔട്ട്വേർഡ് രജിസ്റ്റർ മസ്റ്റ് ബി മെയിൻറ്റെയിൻ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗുഡിൻ്റെ രജിസ്റ്റർ, ഗുഡ്സിൻ്റെ രജിസ്റ്റർ, അത് എത്ര വാങ്ങി, എത്ര നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതും ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഒരു പരിധി വരെ. റിവീൽ ദ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ബ്രിങ് ഫ്രോഡ് ഇൻ ടു ദ ലൈറ്റ്. എ തറോ ചെക്കിംഗ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് രജിസ്റ്റർ, ഇൻവോയ്സ്, സെയിൽസ് മെമോ, ക്രെഡിറ്റ് നോട്ട് എക്സ്ട്രാ ഹാസ് ടു ബി മെയ്ഡ് ബൈ ഓഡിറ്റർ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രജിസ്റ്റേഴ്സും ഇൻവോയ്സും സെയിൽസ് മെമോസും ഒക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്താലും ചെക്ക് ചെയ്താൽ മാത്രമേ ഒരു ഓഡിറ്റർക്ക് ഈ ഒരു ഗുഡ്സിൽ വന്നിരിക്കുന്ന മിസ്അപ്രോപ്രിയേഷൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ആണ് മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ഫ്രോഡ് ആണ് ഫ്രോഡുലൻ്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യമാണ്, നമ്മുടെ അക്കൗണ്ട്സിൽ വരുത്തുന്ന മാനിപ്പുലേഷൻസ് ആണ്. അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ടുകളിലും പേയ്മെൻറ്റുകളിലൊക്കെ മനഃപൂർവ്വം നമ്മൾ വരുത്തുന്ന അക്കൗണ്ടിങ്ങിൽ വരുത്തുന്ന ചില മാനിപ്പുലേഷൻസ് ആണ് മൂന്നാമത്തെ ഫ്രോഡ് എന്ന് പറയുന്നത്. ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഈസ് ജനറലി ഡൺ ബൈ ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, അതർ റെസ്പോൺസിബിൾ പേഴ്സൺസ്, നോട്ട് ബൈ സബോർഡിനേറ്റ്സ്. ഇത് അക്കൗണ്ടിങ് കൈകാര്യം ചെയ്യുക ഹയർ ലെവൽ ഓഫീഷ്യൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ അക്കൗണ്ടിങ്ങിലൊക്കെ മാനിപ്പുലേഷൻ നടത്തുന്നത് പറയുന്നത് സബോർഡിനേറ്റ്സോ അല്ലെങ്കിൽ താഴെത്തട്ടുള്ള എംപ്ലോയീസ് അല്ല, മറിച്ച് കമ്പനിയുടെ മാനേജ്മെൻറ്റിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മാനേജേഴ്സോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അത്രയും ഹയർ ഓഫീഷ്യൽസൊക്കെയാണ് ഇത്തരത്തിലുള്ള ഫ്രോഡ് കാര്യങ്ങൾ നടത്തുകയെന്ന് പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൺ ടു ഷോ ഫോൾസ് പ്രോഫിറ്റ്. തെറ്റായിട്ടുള്ള പ്രോഫിറ്റ് കാണിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇവർ ചെയ്യുന്നൊരു ഫ്രോഡ് എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റ് ഒന്നെങ്കിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ കുറച്ചായിട്ട് കാണിക്കും. അങ്ങനെ ചെയ്യാന്ന് പറയുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഹയർ മാനേജർ മാത്രമേ അത്തരത്തിലുള്ള ഫ്രോഡ് ചെയ്യാൻ പറ്റുള്ളൂ, സാധാരണ എംപ്ലോയീസിന് പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, തെറ്റായിട്ടുള്ള പ്രോഫിറ്റ് പബ്ലിക്കിന് മുമ്പിൽ കാണിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്,
അതാണ് അടുത്ത് പറയുന്നത്. ഈ ഹൈ പ്രോഫിറ്റ് മേ ബി ഷോൺ ഫോർ ദ ഫോളോയിങ് പർപ്പസ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഹൈ പ്രോഫിറ്റ് കാണിക്കുന്നത്? ചിലപ്പോൾ മാനേജ്മെൻറ്റ് എന്തെങ്കിലും മാനേജർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഹൈ പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ കാണിക്കുക. അത് ഫ്രോഡാണ് സത്യത്തിൽ. എന്തിനാണ് കാണിക്കുന്നത്? ഫോർ പേയിങ് ഹയർ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒബ്റ്റൈനിങ് ഫർദർ ബാങ്ക് ക്രെഡിറ്റ്. നല്ല പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ട്. ഫോർ ഗെറ്റിംഗ് ഹയർ കമ്മീഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഫോർ സെല്ലിംഗ് ദെയർ ഷെയർ ഹോൾഡിംഗ് അറ്റ് ഹയർ പ്രൈസിന് നമ്മൾ നമ്മുടെ ഷെയർ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഹൈ പ്രോഫിറ്റ്, അത് കമ്പനി നല്ല ഹൈ പ്രോഫിറ്റ് ആണ്, നല്ല സക്സസ് ആണെന്ന് കാണിക്കുന്നത്. ചിലപ്പോൾ അത് മീഡിയം പ്രോഫിറ്റ് മാത്രമായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് കാണിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ലോ പ്രോഫിറ്റ് കാണിച്ചേക്കാം. അതിൽ കൂടുതലുണ്ടാവും മേ ബി, പക്ഷേ കുറച്ച് ആയിട്ടേക്ക് നമ്മൾ കാണിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പേ ലെസ് ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറഞ്ഞ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുക, അപ്പോൾ ടാക്സ് കുറച്ചാൽ മതി. അതുപോലെ തന്നെ അവോയ്ഡ് ന്യൂ എൻട്രൻസ് ഇൻ ബിസിനസ്. പുതിയ കോമ്പറ്റീറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറഞ്ഞ പ്രോഫിറ്റേ ഉള്ളൂ, ലാഭമൊന്നുമില്ല എന്നുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ പുതിയ കോമ്പറ്റീറ്റേഴ്സ് ഒന്നും വരില്ല ഈ ഒരു മാർക്കറ്റിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടു ബൈ മോർ ഷെയർ ഓഫ് കമ്പനി അറ്റ് ലോ പ്രൈസിൽ കൂടുതൽ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട്. ടു ഗിവ് റോങ് ഇംപ്രഷൻ അബൌട്ട് സക്സസ് ഓഫ് ബിസിനസ് ടു കോമ്പറ്റീറ്റേഴ്സിന് റോങ് ഇംപ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ഉദ്ദേശത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവർ ഈ ഒരു പ്രോഫിറ്റിൽ ചേഞ്ചസ് മേ ബി വരുത്തിയേക്കാം. അപ്പോൾ ആ കാര്യങ്ങളാണ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് മേ ബി ഡൺ ഇൻ ഫോളോയിങ് വേസ്. അക്കൗണ്ട്സിൽ വരുന്ന മാനിപ്പുലേഷനെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്, കുറേ പോയിൻ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഓവർ വാലുവേഷൻ, അണ്ടർ വാലുവേഷൻ. സ്റ്റോക്കിൽ നമ്മൾ ഓവർ വാലുവേഷൻ അല്ലെങ്കിൽ അണ്ടർ വാലുവേഷൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നോട്ട് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ആൻഡ് അസറ്റ് ആസ് പെർ റൂൾസ്. നമ്മൾ അസറ്റിന് നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഹയർ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ലെസ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ റെക്കോർഡിങ് ഫിക്റ്റീഷ്യസ് സെയിൽസ് ഓർ ഒമിഷൻ സെയിൽസ്. ഫിക്റ്റീഷ്യസ് സെയിൽസ് നമ്മൾ ഇല്ലാത്തൊരു സെയിൽസ് നമ്മൾ എഴുതി ചേർക്കുക, അല്ലെങ്കിൽ ഉള്ള സെയിൽസ് നമ്മൾ ഒമിറ്റ് ചെയ്യുക, എഴുതാതിരിക്കുക. റെക്കോർഡിങ് ഫിക്റ്റീഷ്യസ് പർച്ചേസ് ആൻഡ് സപ്രഷൻ ഓഫ് പർച്ചേസ്. ഇല്ലാത്തൊരു പർച്ചേസ് നമ്മൾ ഫിക്റ്റീഷ്യസ് ആയിട്ട് നമ്മൾ എഴുതി ചേർക്കുക, അല്ലെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള പർച്ചേസ് എഴുതാതിരിക്കുക. ആ രീതിയിലുള്ള ഫ്രോഡിൻ്റെ ആക്ടിവിറ്റീസ്. അണ്ടർ വാലുവേഷനോ ഓവർ വാലുവേഷൻ ലൈബിലിറ്റീസിന് അണ്ടർ വാലുവേഷൻ ഓവർ വാലുവേഷൻ ചെയ്യുക. അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടും എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസിപ്റ്റ് റവന്യൂ റിസിപ്റ്റ് ആയിട്ടും, റവന്യൂ റിസിപ്റ്റ്സ് ക്യാപിറ്റൽ റിസിപ്റ്റ്സ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെയുള്ള അക്കൗണ്ടിങ്ങിൽ വരുത്തുന്ന മാനിപ്പുലേഷൻസ് ആണ് മൂന്നാമത്തെ ഫ്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ കാറ്റഗറി, അവസാനത്തെ ഫ്രോഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഫ്രോഡാണ്. കമ്പ്യൂട്ടർ ഫ്രോഡ് നമുക്കറിയാം, കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വരുത്തുന്ന മിസ് അപ്രോപ്രിയേഷനാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഫ്രോഡാണ് കമ്പ്യൂട്ടർ ഫ്രോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം എല്ലാ കമ്പനിയും ഡിജിറ്റലൈസേഷനാണ്, അവരെല്ലാ കാര്യങ്ങളും റെക്കോർഡൊക്കെ ചെയ്യുക കമ്പ്യൂട്ടറിലാണ്. ഒരു കോമൺ കമ്പ്യൂട്ടർ ഒരു സിസ്റ്റം ഉണ്ടാവും, അവരുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെയുള്ളൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ERP സിസ്റ്റം ഉണ്ടാവും. അപ്പം ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? മാനിപ്പുലേഷൻ നടത്തുകയാണ്. ഓക്കെ, കമ്പ്യൂട്ടർ ഫ്രോഡ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് അൺഓതറൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ഓർ അൾട്രേഷൻ ഓഫ് അക്കൗണ്ട് ടു വിച്ച് എൻട്രീസ് ആർ മെയ്ഡ് ആൻഡ് ഓർ അൾട്രേഷൻ ഓഫ് എൻട്രി ഇറ്റ്സെൽഫ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് ചെയ്ത എൻട്രീസിലൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ മാറ്റങ്ങൾ അൾട്രേഷനൊക്കെ വരുത്തുന്ന ഫ്രോഡാണ് കമ്പ്യൂട്ടർ ഫ്രോഡ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഫ്രോഡ് നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഫ്രോഡും ഒന്ന് കമ്പ്യൂട്ടർ ഫ്രോഡാണ്. കമ്പ്യൂട്ടർ ഫ്രോഡ് രണ്ട് തരത്തിലാണ്. ഒന്ന് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഫ്രോഡും ഒന്ന് കമ്പ്യൂട്ടർ ഫ്രോഡാണ്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ഫ്രോഡ് എന്ന് പറയുന്നത് ഫ്രോഡ് വിച്ച് മെയ്ഡ് ഇൻറ്റൻഷ്യലി വിത്ത് സെൻട്രൽ ടെർമിനൽ ഓർ ഇറ്റ്സ് കണക്റ്റഡ് ബ്രാഞ്ച് ടെർമിനൽ. നമ്മുടെ സെൻട്രൽ ടെർമിനൽ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫ്രോഡ് നടത്തുന്നെങ്കിൽ അത് അവിടെ വെച്ചിട്ടാണ് ടെർമിനലൊക്കെ വെച്ചിട്ട് മെയിൻ ആയിട്ടുള്ള സെൻട്രൽ ടെർമിനലും അതിൻ്റെ ബ്രാഞ്ച് ടെർമിനലൊക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൽ നഷ്ടം വരുത്തുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രോഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഫ്രോഡും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഈസ് വൺ വിച്ച് എനിവൺ ഗെയിൻ അൺലോഫുൾ ആക്സസ് ടു EDP സിസ്റ്റം. കമ്പനിയുടെ EDP സിസ്റ്റത്തിൽ അൺലോഫുൾ ആക്സസ് അതിൽ അവർ എൻ്റർ ചെയ്യുകയും അതിലെന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ ഫ്രോഡുമായിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, കമ്പ്യൂട്ടർ ഫ്രോഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരുത്തുന്ന തെറ്റായിട്ടുള്ള മിസ്അപ്രോപ്രിയേഷൻസ്, മാനിപ്പുലേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ഫ്രോഡിൻ്റെ 4 കാറ്റഗറീസ്. ഓക്കെ, 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫ്രോഡ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സും. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പോയിൻറ്റ്സും അതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഒരു തവണ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് അത് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു.